കാസർഗോഡ് പാണലത്ത് ഭർത്തൃവീട്ടിൽ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുഫൈദ ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകൾ ഉള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇതിൽ പലതും പുതിയ പാടുകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ഭർത്താവ് കെ എ മുഹമ്മദ് ആദിലിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഭർത്തൃമാതാവും കേസിൽ പ്രതിയാണ്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കാസർഗോഡ് പാണലത്ത് ഭർത്തൃവീട്ടിൽ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുഫൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നിർണായക വിവരങ്ങൾ. യുവതിയുടെ ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകളുള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ പലതും പുതിയ പാടുകളാണെന്നും റിപ്പോർട്ടിലുണ്ട്. കേസിൽ സുഫൈദയുടെ ഭർത്താവ് ചെങ്കള പാണലം സ്വദേശി കെ എ മുഹമ്മദ് ആദിലിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയോടെയാണ് ആദിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കാസർഗോഡ് ജില്ലാ കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഭാരതീയ ന്യായ സംഹിത 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും BNS 85 പ്രകാരം ഗാർഹിക പീഡനം, സ്ത്രീധനം ആവശ്യപ്പെടൽ എന്നിവ പ്രകാരമുള്ള കുറ്റവുമാണ് ചുമത്തിയത്. ആദിലിന്റെ മാതാവും കേസിൽ പ്രതിയാണ്. ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാണ്. കാസർഗോഡ് ചർലടുക്ക സ്വദേശിനി ഫാത്തിമത്ത് സുഫൈദ ശനിയാഴ്ച രാത്രിയാണ് പാണലത്തെ ഭർത്തൃവീട്ടിൽ വെച്ച് ആസിഡ് കഴിച്ചത്. വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് യുവതി ആസിഡ് കഴിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഞായറാഴ്ച പുലർച്ചെ 12:30 മരണം സംഭവിക്കുകയായിരുന്നു. ഇന്ന് 1ാം വിവാഹ വാർഷികം നടക്കുവാനിരിക്കെയാണ് സുഫൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയത്. 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മാതാവ് കൂടിയായിരുന്നു ഫാത്തിമത്ത് സുഫൈദ. സംഭവത്തിന് പിന്നാലെ ഭർത്തൃവീട്ടുകാരുടെ നിരന്തര പീഡനമാണ് യുവതി ജീവനൊടുക്കുവാൻ കാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു. ഭർത്താവിൻ്റെയും ഉമ്മയുടെയും ഭാഗത്തു നിന്ന് യുവതിക്ക് നിരന്തരമായ ശാരീരികവും മാനസികവുമായ ഉപദ്രവമുണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. സുഫൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് ഭർത്തൃവീട്ടുകാർ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു. സുഫൈദയുടെയും ആദിലിൻ്റെയും പ്രണയ വിവാഹമായിരുന്നുവെന്നും വിവാഹം കഴിഞ്ഞ് 1 വർഷം പോലും ആയിട്ടില്ലെന്നും ഭർത്തൃവീട്ടുകാരുടെ കുത്തുവാക്കുകളും പീഡനവുമാണ് ഈ കടുങ്കൈ ചെയ്യുവാൻ സുഫൈദയെ പ്രേരിപ്പിച്ചതെന്നും വീട്ടുകാർ പറയുന്നു. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോഴൊന്നും സംസാരിക്കാൻ പറ്റില്ല. മോളെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നു തന്നെയാണോ അറിഞ്ഞിരുന്നത്? അതിന്റെ ഇടയ്ക്കൊക്കെ അറിഞ്ഞിരുന്നോ അങ്ങനെ പ്രയാസപ്പെടുത്തുന്ന അറിഞ്ഞിട്ടുണ്ടായിരുന്നു? നിങ്ങൾ നേരത്തെ പരാതി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, പരാതി വരെ ഒന്നിച്ചിട്ട് കഴിയാൻ വേണ്ടി ചോദിച്ച് പ്രണയിച്ചവരല്ലേ. അപ്പൊ കഴിഞ്ഞതും ഒരുമിച്ച് പോകാൻ ഒരു കുട്ടിയുണ്ടല്ലോ, ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് എത്രയും ശ്രമിച്ചത്. ചർച്ചകളൊക്കെ നടത്തിയിരുന്നു? ചർച്ചകൾ അവരെന്നെ തമ്മിൽ നടത്തിയിരുന്നു. ഞങ്ങൾ സഹോദരന്മാരൊന്നും അറിയിക്കാതെ അവർ തന്നെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ ആക്രമണമാകാൻ കാരണം അല്ലെങ്കിൽ എന്തായാലും പ്രശ്നം എന്റെ ഇഷ്യൊന്നും ഞങ്ങൾക്ക് വിവരം കിട്ടിയില്ല. അത് മറ്റെന്തെങ്കിലും ഡ്രഗ്സ് എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരാളാണ്, അങ്ങനെ എന്തെങ്കിലും അറിയാം? അതിന്റെ പുറത്താണ് എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത്? അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾ ഇപ്പൊ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവാണ്? അതെ, നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഈ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വ്യക്തമല്ല, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരം അറിയില്ല. ഞങ്ങളോടായിട്ട് സംസാരിച്ചിട്ടില്ല ആ വിഷയം. ശരീരത്തിലൊക്കെ പാടുകൾ മർദ്ദിച്ച പാടുകളൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇവിടെ ICUലാണ് ഉള്ളത്. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, മുഖം മാത്രമേ കാണിച്ചിട്ടുള്ളൂ, പുറഭാഗമൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല. എന്താ കുടിച്ചത് കുട്ടി? കുടിച്ചത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന, ക്ലീനിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതൊരു 200 ml ഒരു ചെറിയൊരു ബോട്ടിൽ ഇവിടെ കയ്യിൽ ഡോക്ടർ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാരമായ പൊസിഷൻ എന്നാ പറഞ്ഞു ഡോക്ടർ. ഈ വീട്ടില് കാറിൽ കാണാതെ തിരിച്ചു പോയിട്ട് പിന്നെ അപ്പൊ തന്നെ കുടിക്കാണോ ചെയ്തത്? അര വീട്ടിലേക്ക് നമ്മുടെ കൂടെ പോകാൻ അനുവദിക്കാത്തത് കൊണ്ട് അവളെ കയറി കുടിച്ചത് അര മുമ്പൊന്നും അല്ല. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എടുത്ത് വന്നു. ഇത് അവര് ഇങ്ങനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്നു, അടിച്ചുകൊണ്ടായിരുന്നു ആ പറഞ്ഞു. അപ്പൊ അവള് ഇതൊക്കെ മറച്ചു വെച്ചു കുടുംബക്കാർ എന്താ അവളെ ഇഷ്ടത്തിന് അവളെ തെരഞ്ഞെടുത്തതല്ലേ. അപ്പൊ കുടുംബക്കാർ വല്ല ആയിട്ട് ഉണ്ടാക്കിയ പുതിയ അപ്ലൈയല്ല. അപ്പൊ അവളെ ഇഷ്ടത്തിന് തെരഞ്ഞെടുത്തുകൊണ്ട് അവള് ഇതൊക്കെ മറച്ചു വെച്ചു. എന്ത് ബുദ്ധിമുട്ട് എന്തെങ്കിലും അവിടുന്ന് സഹിച്ചു നിന്നു. പറഞ്ഞില്ല, ഇവരോട് ആരും ഒന്നും പറഞ്ഞില്ല. അതാണ് പറഞ്ഞത്. എല്ലാം മറച്ചു വെച്ചു. അല്ല, അവസാനമാണ് ഉമ്മാട് പറയുന്നത്.
അങ്ങനെ ഉമ്മ എന്തോ അവനോട് എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഉമ്മാനെ അടിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. ഈ ഇവനെന്താ ജോലി ഉണ്ടോ ആദ്യം തന്നെ പേര്? അതെ, ആദ്യം ഗൾഫിലായിരുന്നു. ഗൾഫിൽ ഇപ്പൊ ഗൾഫിൽ തന്നെയാണോ? അല്ല, ഇപ്പൊ നാട്ടിൽ തന്നെ. വന്നിട്ട് 4 മാസത്തോളം ആയി തന്നെയാണ്. ലീവിലാണ്. നിങ്ങള് പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ടോ? ജോലിയൊന്നുമില്ല, പഠിത്തം കഴിഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞതാ. കല്യാണം കഴിഞ്ഞത് അധ്യാപികയായിരുന്നു. വീട്ട് കഴിഞ്ഞോ? വീട്ട് കഴിഞ്ഞൊക്കെയാണ്. വീട്ട് കഴിഞ്ഞ തന്നെ കല്യാണം ഉറപ്പിച്ചിരുന്നു. ഇവര് എവിടുന്ന പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നത്? ഒരുമിച്ച് പഠിക്കുന്ന സമയത്താണ് വേറെ കിട്ടിയത്. ഈ കുട്ടിയുടെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തി എന്റെ അനുജന്റെ കാര്യമാണ്. എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് കുടുംബത്തിന് എന്താണ് പരാതി? കുടുംബത്തിന് പരാതി എന്ന് വെച്ചാൽ അവര് തമ്മില് പ്രേമത്തിലായിരുന്നു. പ്രേമത്തിന്റെ അവരെ ഇഷ്ടത്തിനാണ് കല്യാണം കഴിഞ്ഞത്. അപ്പൊ അവള് ആദ്യം പറഞ്ഞത് എനിക്ക് അവന് മാത്രം മതിയെന്ന്. ഇവരൊക്കെ അത് അങ്ങനെ വേണ്ട, നമുക്ക് വേറെ ബന്ധം നോക്കാം എന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞത് എനിക്ക് അവന് മാത്രം മതി. അവസാന വാക്ക് നിങ്ങൾ ആരുമല്ല, എനിക്ക് അവന് മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടാണ് പിന്നെ അവളെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുത്ത് അവരെ കല്യാണം ശരിക്കും കഴിച്ചു കൊടുത്തതാണ്. കല്യാണം കഴിച്ച പിന്നെ ഇപ്പൊ അവന്റെ ബന്ധുക്കള് പിന്നെ അവളുടെ അമ്മാമ്മമാര് എല്ലാം പറഞ്ഞത് അപ്പോഴും തന്നെ അവര് ഉടക്കിന്ന്. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഉടക്കാൻ തുടങ്ങി, പിന്നെ പീഡിപ്പിക്കാൻ തുടങ്ങി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് അവളെ ഉമ്മ ഒരു പ്രാവശ്യം എന്തോ അവനോട് നീ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ ഉമ്മാനെ അടിക്കാൻ പോയി എന്ന് പറഞ്ഞ ഇവന് ഉമ്മാനെ അടിക്കാൻ പോയി എന്നാണെന്ന് പറഞ്ഞത്. പെൺകുട്ടിയുടെ ഉമ്മയെയും പെൺകുട്ടിയെ അപ്പൊ അടിച്ചുകൊണ്ടും പീഡിപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടായിക്കൊണ്ട് ഉണ്ടായിരുന്നതാണ്. സ്ത്രീധനം ചോദിച്ചാണോ മർദ്ദിക്കുന്നത്? അതാണോ? അല്ല, സ്ത്രീധനത്തിന്റെ പേരിലല്ല, വേറെന്തെല്ലാം പറഞ്ഞിട്ട്. സംശയം എന്തെന്നറിയില്ല. ഇന്നലെ സംഭവിച്ച അവള് പിന്നെ എന്തോ അവര് സംസാരിക്കുമ്പോ അവള് വിളിച്ചപ്പോ ഉമ്മയുടെ ഫോൺ വിളിച്ചിട്ട് അത് വേറൊരാളുടെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാൽ അവളെ ഫോണ് ഇവൻ പറ്റിയിട്ട് എറിഞ്ഞ് പൊളിച്ചെന്നാ പറഞ്ഞ. ഇവനെ അടിച്ചപ്പോ കുടുംബക്കാർക്ക് ഫോൺ വിളിക്കാൻ നോക്കുമ്പോ ഫോണ് പിടിച്ചു പറ്റിയിട്ട് ഫോൺ അടിച്ചു പൊളിച്ചവന്. പിന്നെ അവള് പോയിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആരോ പെണ്ണുങ്ങളെ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളോട് ഫോൺ വാങ്ങിച്ചിട്ട് അന്ന് ഉമ്മാക്ക് വിളിച്ചത്, എന്നെ ഇങ്ങനെ അടിച്ചിട്ട് എന്നെ പറ്റുന്നില്ല, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പോയപ്പോ ഇങ്ങനെ ഈ പ്രശ്നത്തിലുണ്ടായിട്ട് പിന്നെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറിയതാണ്. വണ്ടിയിൽ കയറിയിട്ടില്ല, കയറാൻ വേണ്ടി പോകുമ്പോ അവന് പറഞ്ഞു കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റില്ല, കുട്ടീനെ കൊടുക്കൂല, പിന്നെ നീ ഇവിടുന്ന് ഇന്ന് പോയെങ്കിൽ ഇവിടത്തേക്ക് തീർന്നു, നമ്മുടെ ബന്ധം അവസാനിച്ചു, പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് പിന്തിരിഞ്ഞിട്ട് രണ്ടാമത് പോയിട്ടാണ് ഇവള് ഇങ്ങനെ ചെയ്തതാ പറഞ്ഞ. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കുട്ടിക്ക് 3 മാസം, 2 മാസം ചില്ലറ, 3 മാസം അല്ലെ. നാളെ ഇവരുടെ വിവാഹ വാർഷികമാണോ? ഇന്നാ നാളെയാ? നാളെ. എല്ലാം കുടുംബത്തിനെ ഇട്ടെറിഞ്ഞിട്ട് അവന്റെ കൂടെ പോകാൻ ഒരുങ്ങിയതാ അവള്. ഇപ്പൊ ഇവര് കല്യാണം കഴിച്ചു കൊടുത്തു. നിങ്ങളിപ്പോ എന്തായാലും പരാതിയായിട്ട് മുന്നോട്ട് പോകണം? പരാതിയായിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞ. വീട്ടുകാരുടെ പരാതിക്ക് പിന്നാലെ വിദ്യാനഗർ പോലീസ് സുഫൈദയുടെ ഭർത്താവ് ആദിലിനെ ഇന്നലെ രാവിലെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും രാത്രിയോടെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ഉൾപ്പെടെ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. സുഫൈദയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ ഉച്ചകഴിഞ്ഞ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം രാത്രിയോടെ ഖബറടക്കി. യുവതിയുടെ മരണം ജന്മനാടായ ചെർലടുക്കയെ വേദനയിലാഴ്ത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.